സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രജിത്ത്, ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മഴയുണ്ട്. 2 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശക്തമായ കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള മുന്നറിയിപ്പൊക്കെ എങ്ങനെയാണ്? അമ്പലി, തുടർച്ചയായി മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. 2 ജില്ലകളിൽ അത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ്. 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ ക്യുമിലോ നിംബസ് മേഘങ്ങൾ അഥവാ കുമാരമേഘങ്ങൾ എന്ന് പറയുന്ന മേഘങ്ങളാണ്. അവ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്യിക്കുന്ന മേഘങ്ങളാണ്. അവ കേരളത്തിന് മുകളിൽ എത്തുന്നു എന്നതാണ്. ശക്തമായ കാറ്റോടുകൂടി അവയും എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ നാളെയോടുകൂടി മഴയിൽ ഒരു നേരിയ കുറവ് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് 19-ാം തീയതി 20-ാം തീയതിയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയും ചെയ്യും. എല്ലിനോ പ്രതിഭാസം അതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായി തന്നെ ഉണ്ട്. എല്ലിനോ പ്രതിഭാസം ഉള്ളതിനാൽ തന്നെ ശക്തമായ മഴയായിരിക്കും ആ സമയങ്ങളിൽ ഉണ്ടാവുക. മലയോര മേഖലകളിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ജില്ലകളിൽ കൂടാതെ ആ വടക്കൻ മേഖലകളിലേക്കൊക്കെയും വലിയൊരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇതുതന്നെയായാലും മഴ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ അടക്കം രാവിലെ മുതൽ തന്നെ ആ മഴ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ നാളെ മുതൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെങ്കിലും പിന്നീട് മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്തും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ 2 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട്. അത് എറണാകുളത്തും ഇടുക്കിയിലുമാണ്. മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതയും ഒക്കെ കൃത്യമായി പാലിക്കണമെന്നുണ്ട്. എന്തായാലും രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.